ഇപ്പോൾ നമ്മോടൊപ്പം വിദേശകാര്യ വിദഗ്ധൻ മോഹൻ വർഗീസ് സാർ കൂടി ചേരുന്നുണ്ട്. സാർ നേരത്തെ പറഞ്ഞു തുടങ്ങിയത് ഈ വിഷയത്തിൽ ചൈനയുടെ ഇടപെടൽ സംബന്ധിച്ചായിരുന്നു. വളരെ കൃത്യമായും പാകിസ്ഥാന് ഭാരതത്തിന്റെ അതിർത്തികളിൽ പ്രകോപനം സൃഷ്ടിക്കാൻ അനുകൂലമായി നിൽക്കുകയും ഒപ്പം ഈ ഒരു സമാധാന ധാരണകളിൽ ചൈനയുടെ പങ്കുണ്ട് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു. അത്തരത്തിലൊരു ഡബിൾ ഗെയിം ചൈന നടത്തുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഒപ്പം ഭാരതത്തെ സംബന്ധിച്ച് ചൈനയേക്കാൾ വലിയൊരു സാമ്പത്തിക സൈനിക ശക്തിയായി ഈ മേഖലയിൽ മാറുന്നു ഈ ഒരു കാലഘട്ടത്തിൽ. അതും അത്തരത്തിലൊരു വലിയ ഇടപെടൽ ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അത് വളരെ കൃത്യമായി നമുക്ക് ഈ ചരിത്രം പരിശോധിക്കുമ്പോഴും മനസ്സിലാക്കാൻ പറ്റും. ചൈനയുടെ ഇടപെടൽ എങ്ങനെയൊക്കെയാണ് നേരിട്ട് ഭാരതത്തിലേക്ക് ഏതെങ്കിലും തരത്തിൽ ആക്രമണം നടത്താതെ ഭാരതത്തിൻ്റെ അയൽ രാജ്യങ്ങളിൽ ഭൂട്ടാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലും വളരെ കൃത്യമായി കടന്നു കയറുന്നു, അവിടെ സ്വാധീനം ഉറപ്പിക്കുന്നു. ഇപ്പോൾ നടക്കുന്ന ബംഗ്ലാദേശ് വിഷയത്തിൽ പോലും വളരെ കൃത്യമായി ഈ ചരിത്രം അത് തന്നെയാണ് പറയുന്നത്. നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത മുദ്രാവാക്യം ഹിന്ദി ചീനി ഭായി ഭായി എന്ന് നമ്മെ കൊണ്ട് വിളിപ്പിച്ചിട്ട് സാക്ഷാൽ ജവഹർലാൽ നെഹ്റു അടക്കമുള്ളവർ മറ്റു പലരും ഉപദേശിച്ചത് കേൾക്കാതെ കൈകോർത്തു, ആലിംഗനം ചെയ്തു, അവർ ചതിച്ചു, വെട്ടിപ്പിടിച്ചു, മുറിവേൽപ്പിച്ചു. ആ ആഘാതത്തിൽ നിന്ന് ജവഹർലാൽ നെഹ്റു പോലും മുക്തരായിട്ടില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മരണത്തിലേക്ക് പോലും നയിച്ചത് ആ ആഘാതമാണ്. അദ്ദേഹത്തിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അതങ്ങനെ പോകുന്നു. പിന്നെ ഇങ്ങോട്ട് ഓരോ ഘട്ടത്തിലും എങ്ങനെയൊക്കെ ഭാരതത്തെ പ്രകോപിപ്പിക്കാനാകുമോ, എങ്ങനെയൊക്കെ ഭാരതത്തെ ദുർബലപ്പെടുത്താനാകുമോ, ഏതെല്ലാം രീതിയിൽ. ഇതിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് പാകിസ്ഥാനും പാക് സ്പോൺസർ ടെററിസവുമാണെങ്കിൽ മറുഭാഗത്ത് മാവോവാദികൾക്ക് ആയുധം കൊടുത്തതാരാണ്? വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലുടനീളം വിവിധ ഭീകര ശക്തികളെ, സംഘടനകളെ രൂപം കൊടുത്തത് അല്ലെങ്കിൽ അവരെ പരിപോഷിപ്പിച്ച് അവരെ ഫണ്ട് ചെയ്യുന്നത് ആരാണ്? ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇത് ബംഗ്ലാദേശിനെ കൊണ്ട് ചുടുചോറ് വരച്ചിരിക്കുകയാണ്. ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രിയുടെ ചുമതല വഹിക്കുന്ന മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനിസ് അവിടെ പോയി പറയുന്നു, നിങ്ങൾ വരൂ, ഞങ്ങളുടെ തുറമുഖമുണ്ട്, പിന്നെ ഇത് ഭാരതത്തിൻ്റെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മുഴുവൻ കരബന്ധം ഞങ്ങൾക്കാണ് കൂടുതൽ, നിങ്ങൾ അവിടെ വഴി അതുവഴി വ്യാപാരം നടത്തിക്കൊള്ളൂ എന്ന്. ഭാരതത്തിൻ്റെ വെറും സൗജന്യം ഭാരതം സൃഷ്ടിച്ചു കൊടുത്ത ഒരു രാഷ്ട്രം ഇന്ന് അതെല്ലാം മറന്നിട്ട് ചൈനയോട് കൂട്ടുകൂടാൻ ശ്രമിക്കുമ്പോൾ ചൈന എന്നും ഈ ജിഷ്ണു പറഞ്ഞ പോലെ ഡബിൾ ഗെയിം തന്നെയാണ് കളിച്ചിട്ടുള്ളത്. രാജ്യാന്തര വേദികൾ വന്ന് സമാധാനം പറയുകയും കിട്ടുന്ന വേദികളിലെല്ലാം, കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ചതിക്കാനും ഭാരതത്തെ ദുർബലപ്പെടുത്താനുമുള്ള ശ്രമങ്ങളാണ് എന്നും നടത്തിയിട്ടുള്ളത്. ആ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. ഇവിടെയും ജിഷ്ണു പറഞ്ഞതുപോലെ തന്നെ ആദ്യം പാകിസ്ഥാനൊപ്പം എന്ന് നാം കരുതി. അത് കഴിഞ്ഞ് ഐക്യരാഷ്ട്ര സംഘടനയിൽ ചർച്ച വന്ന് പ്രമേയം വന്നപ്പോൾ അതിൽ വെള്ളം ചേർക്കാൻ ശ്രമിച്ചു. ഭാരതത്തിന് തിരിച്ചടിക്കാൻ അവകാശമുണ്ടെന്നുള്ള ഭാഗം ഒഴിവാക്കിയിട്ട് ഏത് രാഷ്ട്രത്തിനും എന്നാക്കുന്നു. ഒടുവിൽ ഭാരതം തിരിച്ചടിച്ച് ലോകത്തിന് മുന്നിൽ എണ്ണി പറഞ്ഞു കൊടുക്കുന്നു, ഇത്രയും ഭീകരവാദ കേന്ദ്രങ്ങളാണ് ഞങ്ങൾ തകർത്തത്, ഇവിടെ നടന്നത് എന്താണെന്ന് പറഞ്ഞപ്പോൾ ചൈന വീണ്ടും ചുവട് മാറ്റി. അവരുടെ തടി രക്ഷിച്ചു, തൊലി രക്ഷിച്ചു. അവർ പറഞ്ഞ എന്താണ്, ഒരു തരത്തിലുള്ള ഭീകരവാദത്തെയും പിന്തുണയ്ക്കാനാവില്ല എന്ന്. ഒടുവിൽ ഇത് വെടിനിർത്തലിനോട് അടുക്കുമ്പോൾ ചൈന വീണ്ടും രണ്ടിടത്തുമായി കളിക്കുന്നു. വിദേശകാര്യ വിദഗ്ധൻ മോഹൻ വർഗീസ് സാർ നമ്മോടൊപ്പം ചേരുകയാണ്. സാർ നേരത്തെ പറഞ്ഞു തുടങ്ങിയത് ഈ വിഷയത്തിൽ ചൈനയുടെ ഇടപെടൽ സംബന്ധിച്ചായിരുന്നു. പാകിസ്ഥാന് അനുകൂലമായിട്ടുള്ള നിലപാട് ഒരു ഘട്ടത്തിൽ സ്വീകരിക്കുന്നു, പിന്നീട് സമാധാന ശ്രമങ്ങൾക്കൊപ്പം നിൽക്കുന്നു. ചൈനയുടെ ഈ വിഷയത്തിലുള്ള ഇൻട്രസ്റ്റ് എത്രത്തോളമാണ് സാർ? തീർച്ചയായും ചൈനയാണ് ഇവിടെ പാകിസ്ഥാന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വ്യക്തമായ ശക്തി. അദൃശ്യ ശക്തി എന്ന് തോന്നാമെങ്കിലും കൃത്യമായി പറഞ്ഞാൽ അത് ചൈന തന്നെയാണ്. ചൈനയുടെ ആത്യന്തിക താല്പര്യങ്ങളാണ് ആ മേഖല, ദക്ഷിണേഷ്യൻ മേഖല ആകമാനം ചൈനീസ് സ്വാധീന മേഖലയാക്കി മാറ്റിയെടുക്കുക എന്ന്. അതിന് ഏറ്റവും അധികം പ്രതിബന്ധം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് വളർന്നു വരുന്ന ഭാരതത്തിന്റെ ഒരു വലിയ ശക്തമായ സാന്നിധ്യമാണ്. അതുകൊണ്ടാണ് പാകിസ്ഥാനെ ഉപയോഗിച്ചുകൊണ്ട് ഭാരതത്തെ ന്യൂട്രലൈസ് ചെയ്യുക, ഇൻസ്റ്റബിലിറ്റി കൊണ്ടുവരിക. ഇതെല്ലാം തന്നെ ചൈനയുടെ പരമ്പരാഗതമായ തന്ത്രമാണ്. പക്ഷെ ഇവിടെ ഒരു ട്രച്ചറസ് ഗെയിം ചൈന കളിക്കുകയാണ്. പൊതുവെ ഇപ്പോൾ ഇന്ത്യ ഉയർത്തുന്ന ഒരു നറേറ്റീവ്, അതായത് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു വാദം, അത് അന്താരാഷ്ട്ര ഭീകരതയുടെ ഇരയാണ് ഭാരതം. ചൈനയും അന്താരാഷ്ട്ര ഭീകരതയുടെ ഇരയാണ്. അതുകൊണ്ട് ഭീകരതയെ എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യം എന്ന നിലയിൽ പാകിസ്ഥാൻ വലിയ വിപത്താണ് ആ മേഖലയിൽ ആകെ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണ്. കൃത്യമായ തെളിവുകൾ, പ്രദീപ് പറഞ്ഞതുപോലെ കൃത്യമായ തെളിവുകൾ ഭാരതത്തിന്റെ പക്കലുണ്ട്. തീവ്രവാദികളും സൈന്യവും അവിടുത്തെ ISIയും എല്ലാം തമ്മിലുള്ള ബന്ധമുണ്ട്. അപ്പൊ അതുകൊണ്ട് ചൈനയ്ക്ക് ഓപ്പണായി ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ മധ്യത്തിൽ ഒരു കുറച്ചുകൂടെ
ബെറ്റർ ക്രെഡിബിലിറ്റി ആൻഡ് സ്റ്റേച്ചർ ചൈന ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് പരസ്യമായി പാകിസ്ഥാന്റെ തീവ്രവാദ ബന്ധം അതങ്ങോട്ട് അനുവദിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ അതിന് ഫണ്ട് ചെയ്യാനോ അതിനെ താങ്ങി നിർത്താനോ ചൈന തയ്യാറാവില്ല. പക്ഷേ ചൈനയുടെ ആത്യന്തികമായ ആഗ്രഹം ഇന്ത്യയെ ഡീസ്റ്റെബിലൈസ് ചെയ്യുക എന്നതാണ്. പൂർണ്ണമായി ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ അല്ലെങ്കിൽ ശാന്തത കൈവരിച്ചു കഴിഞ്ഞാൽ ചൈനയ്ക്ക് അവിടെ പ്രസക്തി ഇല്ലാതെയാവും. അതുകൊണ്ട് ഒരു പരിമിതമായ തോതിലെങ്കിലും ഒരു പ്രൊട്രാക്റ്റഡ് കോൺഫ്ലിക്റ്റ് ഉണ്ടാവുക, അങ്ങനെ രണ്ട് രാജ്യങ്ങളെയും മുൾമുനയിൽ നിർത്തുക, ചൈനീസ് അതിർത്തിയിൽ നിന്നും ഭാരതത്തിന്റെ ശ്രദ്ധ പാകിസ്ഥാനിലേക്ക് തിരിക്കുക. അതേസമയം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു പാക് സെൻട്രിക് ഫോറിൻ പോളിസി, പാക് സെൻട്രിക് ഡിഫൻസ് പ്രിപ്പയർനെസ് എന്നതിൽ നിന്ന് മാറി കുറച്ചുകൂടി ഗ്ലോബലായി, ലോക്കലായിട്ടല്ല കുറച്ചുകൂടി ഗ്ലോബലായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിശാലമായ ഒരു പാരഡൈമിലേക്ക് ഇന്ത്യ നീങ്ങുമ്പോൾ അങ്ങനെയല്ല ഇന്ത്യയെ ദക്ഷിണേഷ്യയിൽ തന്നെ തളച്ചിടുക, ഇന്ത്യയുടെ എല്ലാ താല്പര്യങ്ങളും ദേശകാര്യ താല്പര്യങ്ങളും മുഴുവൻ തന്നെ പാകിസ്ഥാനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക, അതുവഴി ചൈനയ്ക്ക് ഒരു വൺ അപ്മാൻഷിപ്പ് നേടിയെടുക്കുക. നോക്കൂ, ആത്യന്തികമായി ചൈനയും ഭാരതവും തന്നെയാണ് ലോക വ്യവസ്ഥിതിയിൽ റൈവൽസായി വരേണ്ടത്. എന്നാൽ ലോകത്തെ ഏറ്റവും വലിയ രണ്ട് സമ്പദ് വ്യവസ്ഥകളായി ഇനിയുള്ള ഭാവി കാലങ്ങളിൽ വരേണ്ടത് ചൈനയും ഇന്ത്യയുമാണ്. കാരണം വളർച്ചാ നിരക്കുകൾ നോക്കുമ്പോൾ ആ രീതിയിലാണ്. അപ്പോൾ ഒരുപക്ഷെ ചൈന ഒരു 19 ട്രില്യൺ ഇക്കോണമിയിലേക്ക് വളർന്നിരിക്കുന്നു, ഭാരതം ഇപ്പോൾ 4.3 ട്രില്യണിലേക്ക് എത്തിയതേ ഉള്ളൂ. എങ്കിൽ തന്നെ വളർച്ചാ നിരക്ക് നോക്കുമ്പോൾ ഈവൻ യൂറോപ്യൻ രാജ്യങ്ങളെ ബ്രിട്ടനെയും ഫ്രാൻസിനെയും ഒക്കെ പിന്തള്ളി കഴിഞ്ഞു. ജപ്പാനെയും ജർമ്മനിയും പിന്തള്ളി ഭാരതം 3-ാം സ്ഥാനത്ത് 2 വർഷത്തിനുള്ളിൽ എത്തുമെന്നത് ഉറപ്പാണ്. അപ്പോൾ അമേരിക്കയും ചൈനയും കഴിഞ്ഞാൽ 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാണ് ഭാരതം. ആത്യന്തികമായി അമേരിക്കയും പിന്തള്ളി ഇന്ത്യക്ക് ലോകത്തിന്റെ നെറുകയിലെത്താൻ സാധിക്കും എന്ന നിലയിൽ ഈ സമയത്ത് മുളയിലെ ഞുള്ളുക എന്നൊരു തന്ത്രമാണ് ബോക്ക് ഡൗൺ ഇന്ത്യ ഇൻ ദ സബ് കോണ്ടിനെന്റൽ കോൺഫ്ലിക്ട്സ്. ആ ഒരു പോളിസിയാണ് ചൈന ഇപ്പോൾ പയറ്റുന്നത്. അതിന് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായി വരുന്ന റോഡുകളാണ് ഈ പറയുന്ന ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കോറിഡോർ. വലിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് പാകിസ്ഥാനിൽ, പ്രത്യേകിച്ച് ഗ്വാദാർ തുറമുഖത്തിന്റെയൊക്കെ വികസനത്തിനായും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിനുമായും ചൈനീസ് എഞ്ചിനീയറിംഗ് കമ്പനികൾ മുടക്കിയിരിക്കുന്നത് വൻ തുകയാണ്. അത് വെറുതെ ഒന്നും മുടക്കിയതല്ല, അതിന് മുതലും പലിശയും സഹിതം ചൈനയ്ക്ക് തിരിച്ചു കിട്ടും. കാരണം വിഭവങ്ങൾ, ബലൂചിസ്ഥാനിലെ ഉൾപ്പെടെ വിഭവങ്ങളുടെ നല്ല പങ്കം ഖനനം ചെയ്തെടുക്കുന്നത് ചൈനീസ് കോർപ്പറേറ്റുകളാണ്. അതുകൊണ്ടാണ് ബലൂചിസ്ഥാനിൽ വിഘടനവാദം ഉണ്ടാകുന്നതും ബലൂചിസ്ഥാൻ അവരുടെ റൈറ്റ്ഫുൾ ഷെയർ ചോദിക്കുന്നതും. അതുകൊണ്ടാണ് അതിനെ ഒരു പരിധിവരെ ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റ് ബലൂചിസ്ഥാനിലേക്ക് നീങ്ങുന്നു. ബലൂചിസ്ഥാൻ ഒരു 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 വലിയ തന്ത്രപ്രധാനമായ കേന്ദ്രമായി വരികയാണ്. അപ്പൊ കൈവിട്ട് പോകാതിരിക്കണമെങ്കിൽ ചൈനീസ് സ്വാധീനം അവിടെ വേണം. അല്ല എങ്കിൽ ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യം പ്രാപിച്ച് പെറ്റ കേന്ദ്രമാക്കി ഒരു രാജ്യം ഉണ്ടാവുകയാണെങ്കിൽ അത് ഇന്ത്യ അനുകൂല രാജ്യമായിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ചൈനയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമുണ്ടാകണം, എന്നാൽ ഒരു പരുവത്തിന് മാത്രം അത് നിൽക്കണം. ഒരു ആക്റ്റീവ് കോൺഫ്ലിക്റ്റ് തുടർന്ന് ഒരു പാസീവ് കോൺഫ്ലിക്റ്റ് തുടർന്ന് പോകണം. അതുകൊണ്ടാണ് ഡി എസ്കലേഷൻ ഡ്രൈവിന് ചൈനയുടെ സാന്നിധ്യം വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ഉടനടി ഒരു കംപ്ലീറ്റ് ഹോൾട്ട് ഓഫ് എസ്കലേഷൻ അത് ചൈന ആഗ്രഹിക്കുന്നില്ല. ഒരുപക്ഷെ അതും കൂടെ ചേർത്ത് വായിക്കണം. ഇന്നലെ വെടിനിർത്തൽ ലംഘിച്ചു, വീണ്ടും പാകിസ്ഥാൻ ഷെല്ലുകളും മോട്ടറുകളും വലിയ രീതിയിലുള്ള ഏറിയൽ ഒബ്ജക്ട്സ്, ഡ്രോണുകൾ ഉൾപ്പെടെ അയച്ചു എന്നതിന് പിന്നിൽ പാകിസ്ഥാൻ സൈന്യത്തിന്റെ മാത്രം കുൽസിതമായ പ്രവർത്തനമാണോ അതോ ചൈനയോട് ആലോചിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമാണോ? ചൈനയോട് ആലോചിക്കാതെ പാകിസ്ഥാൻ സൈന്യം ചെയ്യില്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അതുകൊണ്ട് ചൈന ഫാക്ടർ മനസ്സിലാക്കാതെ പാകിസ്ഥാനുമായുള്ള ഭാവി നടപടികളും ഒരുപക്ഷെ മുന്നോട്ട് പോവില്ല. അതുകൊണ്ടാണ് വാങ് യിയുമായി ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി കഴിഞ്ഞ ദിവസം ടെലിഫോണിൽ സംസാരിച്ചത്. ഒരുപക്ഷെ അവർ പറഞ്ഞിരിക്കാൻ സാധ്യതയുള്ള കാര്യം ഇതാണ്: ലുക്ക്, വി നോ വാട്ട് യു ആർ അപ് ടു. നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയാം. ഇറ്റ് ഇസ് നോട്ട് ഇൻ യുവർ ഇൻട്രസ്റ്റ് എന്ന് മനസ്സിലാക്കണം. ഇത് ലോക രാജ്യങ്ങളോട് സംസാരിക്കാൻ ഞങ്ങൾ നിർബന്ധിതരാകും. അതുകൊണ്ട് ചൈനയുടെ റോൾ ഉൾപ്പെടെ എക്സ്പോസ് ചെയ്ത് എടുക്കാൻ ഇന്ത്യക്ക് കഴിയും എന്ന ഒരു ചിന്തയുമുണ്ട്. അതൊരു പക്ഷേ ഡീഎസ്കലേഷന് വീണ്ടും ഒരു വെടിനിർത്തലിലേക്ക്, രാത്രി ഒരു 11 മണിയായപ്പോൾ വീണ്ടും വെടിനിർത്തലിലേക്ക് വരികയും വിക്രം മിസ്രി ഒരിക്കൽ കൂടി മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും അത് ആധികാരികമായി പറയുകയും ചെയ്തു. പക്ഷേ ഇപ്പോഴും ഒരു സ്ട്രെയിൻഡ് പീസ് എന്ന നിലയിൽ മാത്രമേ അതിനെ കാണാനാവൂ. സമാധാനം ഇപ്പോൾ ആരുടെ ആവശ്യം എന്നതാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സമാധാനം ആവശ്യമാണ്, പക്ഷേ സമാധാനം അടിച്ചേൽപ്പിക്കേണ്ട ഒന്നല്ല, സ്വാഭാവികമായിട്ട് ഒരിടത്ത് എന്നുള്ളതും. ഒപ്പം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഈ വെടിനിർത്തൽ ധാരണകൾ ലംഘിച്ചുകൊണ്ട് എപ്പോൾ വേണമെങ്കിലുമുള്ള ഇടപെടൽ ഉണ്ടാകാം. സാമ്പത്തികമായി തകർന്നടിയുന്ന പാകിസ്ഥാന് ഈ ഒരു പ്രകോപനങ്ങൾക്ക് ബാക്കപ്പായി നിൽക്കുന്നത് ചൈനയാണ് എന്നുള്ള വസ്തുത തുറന്നു കാണിക്കുമെന്ന് വളരെ കൃത്യമായി ഭാരതം വ്യക്തമാക്കുന്നുണ്ട്.